ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പഴന്തീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ ശ്രുതിയും ശ്രുതിയും തമ്മിലുള്ള ഡിവോഴ്സിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് ചന്ദ്രമതി ഒരു വക്കീലിനെ കാണുകയാണ്. ശ്രുതി അറിയാതെയാണ് ചന്ദ്രമതി വക്കീലിനെ കാണുന്നത്. എന്നിട്ട് വക്കീലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ മരുമോള് ഒരു ചതിയാണ് കാണിച്ചത് ഞങ്ങളോട്. അവൾ ഞങ്ങളോട് പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ്. അവളുടെ കൂടെ ഇനി എൻ്റെ മകൻ താമസിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം തകരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാറ് അവൾക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ അയക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട്, അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നിങ്ങളുടെ മകൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രമേ എനിക്ക് വക്കീൽ നോട്ടീസ് അയക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പോയി നിങ്ങളുടെ മകനെയും കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നുണ്ട്. ശരി, ഞാൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് ചന്ദ്രമതി പോകുന്നത്. ഈ വിവരം ഭാമ നമ്മുടെ ശ്രുതിയെ വിളിച്ച് പറയുന്നുണ്ട്. ശ്രുതി അതറിഞ്ഞ് നേരെ ഷോപ്പിൽ വന്ന് ശ്രുതിയോട് സംസാരിക്കുന്നു. ശ്രുതി പറയുന്നുണ്ട്, ഞാനൊരു വക്കീലിനെ കാണാൻ പോയിട്ടില്ലെന്ന്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എങ്കിൽ ശ്രുതി അറിയാതെ ആയിരിക്കും ആൻറ്റി വക്കീലിനെ കാണാൻ പോയത്. എന്നെ ഉപേക്ഷിച്ചിട്ട് എന്നെ ബന്ധം വേർപെടുത്തിയതിന് ശേഷം മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാമെന്നാണ് അമ്മയുടെയും മകൻ്റെ വിചാരം എന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അന്ന് ഞാൻ ശ്രുതിയെയും കൊല്ലും, ഞാനും മരിക്കുമെന്നൊക്കെ പറയും. അങ്ങനെ ശ്രുതി നേരെ വീട്ടിൽ വന്ന് ചന്ദ്രയോട് സംസാരിക്കുന്നുണ്ട്. ചന്ദ്രയോട് സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് വക്കീലിനെ ഏർപ്പാടാക്കിയത്. ഇനി നീയും അവളും തമ്മിൽ ഒരു ബന്ധവും വേണ്ടെന്ന് പറയും. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, പ്രത്യേകിച്ച് രവീന്ദ്രൻ പറയും, ചന്ദ്രയെ നീ പറയുന്ന കണക്കല്ല, ബന്ധം വേർപെടുത്താൻ എളുപ്പമാണ്. അവളൊരു തെറ്റ് നമ്മൾ ചെയ്തു പോയി. എങ്ങനെയെങ്കിലും നമുക്ക് അവളെ കണ്ട് സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക. ഇതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, അവളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുക. ഇതെൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രോദയത്തിൽ തന്നെ വർഷയും ശ്രീകാന്തും ടൂറൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു വരികയാണ്. പിറ്റേ ദിവസം എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് വർഷ ഒമിറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിക്കും, എന്ത് പറ്റി വർഷ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല ചേച്ചി, ഫുഡിൻ്റെ മണം അങ്ങോട്ട് അടിക്കുമ്പോഴോട്ട് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുകയാണെന്ന് പറയും. എനിക്കൊരു കാര്യം ചെയ്യും, യാത്രയൊക്കെ പോയിട്ട് വന്നില്ലേ, ചിലപ്പോൾ അവിടുത്തെ ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, നിങ്ങളൊരു നല്ല ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ പറയും. അങ്ങനെ രവീന്ദ്രൻ രണ്ടുപേരെയും നിർബന്ധിച്ച് ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞയക്കുകയാണ്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, വേണ്ട എങ്കിലേ ഹോസ്പിറ്റലൊന്നും പോകേണ്ട കാര്യമില്ല, ചെറിയ ക്ഷീണമേ ഉള്ളൂ, ഒന്ന് കിടന്നാൽ മാറുമെന്ന് പറയും. ആ സമയത്ത് രേവതി പറയും, അതൊന്നും ശരിയാവത്തില്ല, ഇതിപ്പോൾ ആദ്യമായിട്ടല്ലേ ഫുഡിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ നിനക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നത്, നീ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ പറയും. ആ സമയത്ത് രേവതിക്ക് ഒരു സംശയം തോന്നും, ഇനി വർഷയ്ക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന്. അതുകൊണ്ട് നിർബന്ധിച്ച് രേവതി തന്നെയാണ് ഹോസ്പിറ്റലിലോട് ശ്രീകാന്തിൻ്റെ അടുത്ത് പറഞ്ഞ് അയക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് കേൾക്കുന്നത്. വർഷയെടുത്ത് പറയുന്നു, താനൊരു അമ്മയാവാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് വർഷയെടുത്ത് ഡോക്ടർ പറയുന്നത്. ആ സമയത്ത് ശ്രീകാന്തിനൊക്കെ ഭയങ്കര സന്തോഷമാവും. പക്ഷേ അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയുടെ മുഖം ഒട്ടും തെളിയത്തില്ല. വർഷയുടെ മുഖം ഒരുമാതിരി വിഷമിച്ച് കണക്കിരിക്കും. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത്, എന്തു പറ്റി വർഷ, നീ ഹാപ്പി അല്ലേ എന്ന് പറയുമ്പോൾ വലിയൊരു തെളിച്ചമില്ലാത്ത രീതിയിൽ വർഷം ഇരിക്കുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് എന്തായി ഹോസ്പിറ്റലിൽ പോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയും, ഒരു ഹാപ്പി ന്യൂസാന്ന് പറയും, വർഷ ഒരമ്മയാവാൻ പോകുന്നെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷവും. രവീന്ദ്രൻ ഓടി വന്ന് അങ്ങ് നമ്മുടെ ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കാന്ന്, സച്ചി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. രേവതി കൺഗ്രാജുലേഷൻസൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചന്ദ്രയുടെയും ശ്രുതിയുടെ മുഖത്തൊന്നും വലിയ തെളിച്ചമൊന്നുമില്ല. എങ്കിലും ചന്ദ്രമതി സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് വീട്ടിലെ ആദ്യത്തെ കുഞ്ഞില്ലയോ, അങ്ങനെ ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. ആ സമയത്ത് ശ്രുതി മനസ്സിലാലോചിക്കും, എൻ്റെ ശ്രുതിയും പിണങ്ങിപ്പോയില്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞ് കണ്ടേനെ എന്നൊക്കെ പറയും. അപ്പോൾ അച്ചമ്മ പറഞ്ഞ കണക്ക് ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞാണ്, അച്ചമ്മ ഗിഫ്റ്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശ്രുതി മനസ്സിലാലോചിക്കും, ആ ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവർക്കും അങ്ങ് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ചന്ദ്രമതി വിളിച്ച് വീട്ടിൽ മഹിമയും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്. മഹിമയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവും. അങ്ങനെ എല്ലാവരും സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം മഹിമയും മധുസൂദനും കൂടി വർഷയെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുന്ന കഴിയുമ്പോൾ ഒരുപാട് സ്വീറ്റ്സും ഗിഫ്റ്റും ഫ്രൂട്ട്സും എല്ലാം ആയിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ അവർ വന്നിട്ട് പറയും, വർഷയെ മോളെ, ഞങ്ങൾ എത്ര നാളുകൊണ്ട് കാത്തിരുന്നതായിരുന്നു ഇങ്ങനൊരു സന്തോഷ വാർത്ത കേൾക്കാൻ എന്നൊക്കെ പറയും. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും വർഷയുടെ മുഖത്തിന് മാത്രം യാതൊരു തെളിച്ചം ഉണ്ടാകത്തില്ല. വർഷ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ, എന്താ മോളെ, നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തതാണ്, ഇത് ഏറ്റവും സന്തോഷിക്കേണ്ട നിമിഷങ്ങളല്ലേ, നിനക്കെന്താ ഒരു മുഖത്തിനൊരു വിഷമം കണക്ക്. അത് മമ്മി, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് പറയും. കുഞ്ഞിനെ വേണ്ടെന്നോ, നീ എന്തായി പറയുന്നത്, അത് എനിക്ക് പ്രസവിക്കാനൊക്കെ എനിക്ക് പേടിയാണ്, ഭയങ്കര പെയിനാണ്, എനിക്ക് ഇങ്ങനെ കിടന്ന് നിലവിളിക്കാനൊന്നും വയ്യ. കാരണം വർഷ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സീരിയൽസിലും സിനിമയിലൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത്
ഇങ്ങനെ പ്രഗ്നൻ്റ് ആയ കുട്ടികളുടെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വർഷയ്ക്ക് ഭയങ്കര പേടിയാണ്. പ്രസവിക്കുക എന്നുള്ളത് ഭയങ്കര പെയിൻഫുള്ളാണെന്നുള്ള ഒരു തിങ്കിങ്ങാണ്. ഭയങ്കര പേടിയാണ് വർഷയ്ക്ക്. അപ്പോൾ വർഷ എനിക്ക് പ്രസവിക്കേണ്ട, എനിക്ക് കുഞ്ഞ് വേണ്ട മമ്മി എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് മഹിമ പറയും, മോളെ അങ്ങോട്ടൊന്നും പറയരുത്, ഓരോരുത്തരും ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എന്തെല്ലാം നേർച്ചകളും വഴിപാടുകളും ഒക്കെ ചെയ്യുന്നതാണ്. ഇത് ദൈവം നിങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ, അങ്ങോട്ടൊന്നും പറയരുത്. അത് മോളുടെ പേടി കൊണ്ടാണ് മോൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഒരമ്മയാവുക എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു നിമിഷമാണ്. അത് മോൾ അനുഭവിച്ചറിയുമ്പോൾ ആ പേടിയൊക്കെ അങ്ങ് മാറും. ഒട്ടും വിഷമിക്കേണ്ട, മമ്മി മോളുടെ കൂടെ തന്നെ ഉണ്ട്. എന്ത് വിഷമമുണ്ടെങ്കിലും അമ്മയെ വിളിക്കണം, ഈ ഒരു ചിന്തയൊക്കെ മാറ്റി വെക്കണം, നല്ല സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞാണ് മഹിമ പോകുന്നത്. വർഷയുടെ മനസ്സിൽ നിന്ന് ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ടാണ് മഹിമ പോകുന്നത്. പക്ഷേ വർഷയുടെ മനസ്സിൽ നിന്ന് അത് തന്നെ കിടക്കുകയാണ്. ഭയങ്കര പെയിൻഫുള്ളാണ് ഡെലിവറി എന്നുള്ളൊരു വിചാരമാണ്. അത് രാത്രി എഴുന്നേറ്റ് വർഷ വിഷമിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ചോദിക്കും, എന്തു പറ്റി വർഷേ, ഞാൻ അന്ന് തൊട്ട് നീ ഭയങ്കര ടെൻഷനിലാണല്ലോ എന്ന് ചോദിക്കും. അത് ശ്രീകാന്തേ, നമുക്കിപ്പോൾ കുഞ്ഞ് വേണ്ടേ, എനിക്ക് ഭയങ്കര പേടിയാണ് ശ്രീകാന്തേ, ഇത് എങ്ങനെ സംഭവിച്ചു പോയതാണ്, പക്ഷേ ഇത് നമുക്കിപ്പോൾ കുഞ്ഞ് വേണ്ട, എനിക്ക് പ്രസവിക്കാൻ പേടിയാണ്, നമുക്ക് ഡോക്ടറെ കാണാം, ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ അങ്ങ് പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് ഭയങ്കര ത്രില്ലിങ്ങായിട്ടിരിക്കുകയാണ്. കാരണം ഒരു കുഞ്ഞ് വേണമെന്ന് ശ്രീകാന്തിന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ വർഷം ഇങ്ങനെ നിർബന്ധം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ശ്രീകാന്ത് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. വർഷയുടെ കൂടെ നിൽക്കണോ അതോ ആരുടെയെങ്കിലും പറയണോ എന്നുള്ള രീതിയിൽ ശ്രീകാന്ത് അങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ കാണിക്കുന്നത് ദേവുവിൻ്റെ ഒരു കല്യാണ വിശേഷമൊക്കെയാണ്. അങ്ങനെ ദേവു സ്നേഹിക്കുന്നത് അരുണ്യ എന്നുള്ള സത്യം നമ്മുടെ സച്ചിക്ക് അറിയത്തില്ല. അങ്ങനെ ദേവുവിന് പ്രണയിക്കുന്ന ആളെക്കുറിച്ചൊന്നും രേവതിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ സച്ചിക്കും അതൊന്നും അറിയത്തില്ല. ആ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, നീ പ്രണയിക്കുന്ന ആളിനെക്കുറിച്ച് എങ്ങനെയാണെന്നൊക്കെ പറയണമെന്ന് പറയും. അത് ചേച്ചി ഞാൻ പറയാമെന്ന്, പക്ഷേ ഞാൻ സച്ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്കൊരു പ്രണയം ഉണ്ടെന്ന്. സച്ചേട്ടൻ ഇതൊക്കെ പൊതുവേ എതിർപ്പുള്ള കൂട്ടത്തില്ല. പക്ഷേ നീ ആരെയാണ് സ്നേഹിക്കുന്നതെന്നും അയാളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, സച്ചേട്ടൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതുകൊണ്ട് തന്നെ നീ അയാളെക്കുറിച്ചും ഞങ്ങളടുത്ത് പറയണമെന്ന് പറയും. അത് ചേച്ചി ഒരു കാര്യം ചെയ്യാം, ഞാൻ ആളിനെ നേരിട്ട് തന്നെ വിളിപ്പിക്കാം, അപ്പോൾ സച്ചേട്ടനും ചേച്ചി നേരിട്ട് കണ്ട് സംസാരിക്കുക, അതിനുശേഷം അന്വേഷിക്കാമെന്ന് പറയും. ശരി, എനിക്ക് അങ്ങനെ ആവട്ടെ, പക്ഷേ ഈ കാര്യം വീട്ടിൽ ആരും അറിയില്ല ചേച്ചി, ശരത്തോ അമ്മയോ ഒന്നും അറിയില്ലോ എന്ന് പറയും. അതൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് അയാളൊന്നും കാണണമെന്ന് പറയും. ശരി, എനിക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ക്ഷേത്രത്തിലോട്ട് വിളിപ്പിക്കാമെന്ന് പറയും. ആ സമയത്താണ് ലക്ഷ്മി അമ്മ പറയും, മോളെ എനിക്കിന്ന് പൂക്കടയിലോട്ട് വരാൻ പറ്റത്തില്ല, മോൾ കുറച്ച് നേരം ഇവിടെ നിൽക്കണമെന്ന് പറയും. ശരിയെന്ന് പറയും. അത് നമ്മുടെ ദേവുവിനൊരു ഒരു കാരണമാവും. കാരണം ആ സമയത്ത് അമ്മയില്ലാത്തതുകൊണ്ട് തന്നെ പൂക്കടയിൽ ആരും കാണത്തില്ല. അപ്പം അമ്പലത്തിൽ വരുന്ന അരുണിനെ പരിചയപ്പെടുത്തുകയെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയം ഞാൻ അരുണേട്ടനെ അങ്ങോട്ട് വിളിപ്പിക്കാം, ചേച്ചിയും സച്ചേട്ടനും കൂടി അങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ സച്ചിയെടുത്ത് പറയും, സച്ചേട്ട ദേവു സ്നേഹിക്കുന്ന ആളും ദേവുമായിട്ട് ക്ഷേത്രത്തിലോട്ട് വരും, നമുക്ക് അങ്ങോട്ട് പോയാൽ അയാളെ കാണാം, അയാളോട് സംസാരിക്കാം എന്നൊക്കെ പറയും. നല്ല ആളായിരിക്കും, അല്ലെങ്കിൽ ദേവു വിളിക്കുമ്പോൾ വരത്തില്ല എന്നൊക്കെ പറയും. അങ്ങനെ സച്ചിയും രേവതിയും കൂടി അരുണിനെ കാണാനായിട്ട് വരികയാണ്. ആ സമയത്ത് ദേവു സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ നിൽക്കുകയാണ്. അരുണും മുണ്ടൊക്കെ ഉടുത്ത് ഷർട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റപ്പിലാണ് വരുന്നത്. ഇതെന്താ അരുണേട്ടാ, നല്ല വേഷമാണല്ലോ, പിന്നെ ക്ഷേത്രത്തിലോട്ട് വരുന്നില്ലേ, പിന്നെ ആദ്യമായിട്ട് നിൻ്റെ ചേച്ചിയും ചേട്ടനെയും കാണുന്ന ഒരു ത്രില്ലിംഗ് ഉണ്ടെന്ന് പറയും. പാവം എൻ്റെ സച്ചിയേട്ടനും രേവതി ചേച്ചിയും, പക്ഷേ ഇച്ചിരി ദേഷ്യക്കാരനാണെന്നേ ഉള്ളൂ. അതിപ്പോൾ അരുണേട്ടൻ ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ലോ എന്നൊക്കെ പറയും. എന്തായാലും നല്ല സുന്ദരനായിട്ടുണ്ടെന്ന് പറയും. നീയും നല്ല സുന്ദരിയായിട്ടുണ്ട്, സാരിയൊക്കെ ഉടുത്ത്. ഞാൻ ആദ്യമായിട്ട് ആ സാരിയൊക്കെ ഉടുത്ത്, അതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മംഗളകരമായൊരു കാര്യമില്ലേ, നമ്മൾ ക്ഷേത്രത്തിൽ വെച്ച് നമ്മളുടെ സച്ചേട്ടനും രേവതി ചേച്ചിയെ ഒരുമിച്ച് കാണുന്നേ എന്ന് പറയും. ശരി എന്ന് പറയും. ആ സമയത്ത് സച്ചിയും രേവതിയും കൂടി വരികയാണ്. ആ സമയത്ത് രേവതി എടുത്ത് സച്ചി ചോദിക്കും, നമ്മൾ ആദ്യമായിട്ടല്ലേ ആ പയ്യനെ കാണാൻ പോകുന്നത്, അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് പറയും. ഗിഫ്റ്റോ? എങ്കിൽ ഗിഫ്റ്റൊന്നും വേണ്ട, എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സോ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണം. അതൊക്കെ വേണോ സച്ചേട്ടാ? വേണം, ആദ്യമായിട്ട് പോകുന്നേ എന്ന് പറയും. നീ ഒരു കാര്യം ദേവുവിനെ വിളിച്ച് അയാൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ പറയും. അങ്ങനെ ദേവുവിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ദേവു ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോഴത്തേക്ക് ദേവു പറയും, കണ്ടില്ലേ എൻ്റെ സച്ചേട്ടൻ്റെയും സ്നേഹമെന്ന് പറയും. നിൻ്റെ ചേട്ടൻ നല്ല സ്നേഹമുള്ള ആളാണല്ലോ, എനിക്ക് ഇപ്പം വിവാഹത്തിന് മുന്നേ തന്നെ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെ പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നല്ല സ്നേഹമുള്ള ആളാണ് എൻ്റെ സച്ചേട്ടൻ രേവതി ചേച്ചിയെന്ന്. അങ്ങനെ അവർ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ക്ഷേത്രത്തിലോട്ട് വരികയാണ്. അങ്ങനെ രേവതി പറയും, സച്ചേട്ട ദേവു എൻ്റെ അടുത്ത് ഒരു സാധനം മേടിക്കാൻ പറഞ്ഞിരുന്നു, ഞാൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാം, സച്ചേട്ടൻ അമ്പലത്തിലോട്ട് കയറാൻ പറയും. ആ സമയത്ത് തന്നെ നമ്മുടെ അരുണിനൊരു കോള് വരും. എങ്കിൽ ദേവു ഇവിടെ നിൽക്കുക, ഞാനൊരു കോൾ ചെയ്തിട്ടാകുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. ആ സമയത്ത് അരുണും സച്ചിയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അരുണിനെ കാണുന്നത് സച്ചിക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്, സച്ചിയെ കാണുന്നതും അരുണും നല്ല ദേഷ്യമാവുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. കാരണം രേവതിയും അരുണുമായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സംസാരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം കാണുന്ന സമയത്ത് തന്നെ ദേഷ്യം ഉണ്ടാകും. നല്ല ആ ഒരു പ്ലസൻ്റായിട്ടിരുന്ന അരുണ് പെട്ടെന്ന് ഒരുമാതിരി ഗ്ലൂമി ആയിട്ട് അവസ്ഥയിലോട്ട് പോകും. അതിനുശേഷം ക്ഷേത്രത്തിലാണെന്നുള്ള ഒരു ചിന്ത വന്നൊരു സച്ചിൻ തിരിച്ചങ്ങ് പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങ് മാറിപ്പോകും. അതിനുശേഷം രേവതി പറയും, സച്ചേട്ടൻ ക്ഷേത്രത്തിൽ കയറിയില്ല, ദേവുവിനെ കണ്ടില്ലെന്ന് ചോദിക്കും. ഇല്ല, ഞാൻ കണ്ടില്ല. എന്ത് പറ്റി സച്ചേട്ടൻ? ഒരു ദേഷ്യം പോലെ. അത് ഞാൻ പറഞ്ഞില്ല, പോലീസുകാരൻ നിൽപ്പുണ്ടെന്ന് പറയും ഇവിടെ. ഏത് പോലീസുകാരൻ? ആ കോൺസ്റ്റബിളേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനോട്ട് സ്ഥിരം കണ്ടാൽ പ്രശ്നമാകുന്ന ഒരാൾ. ഓ ഓ ഓ എന്ന് പറയും. അപ്പോഴത്തേക്ക് അരുൺ അങ്ങോട്ട് ചെല്ലുമ്പോൾ ദേവു ചോദിക്കും, അരുണേട്ടൻ മുഖത്ത് നല്ല ദേഷ്യം പോലെ നല്ല ചിരിച്ചു നിന്നായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ ദേവു, ഞാൻ എപ്പോഴും ഒരു റൗഡിയായിട്ട് പ്രശ്നത്തിലാവുമെന്നുള്ളത്. ആ റൗഡി എപ്പോഴും അവനെന്നെ കണ്ട പ്രശ്നമാണ്. ഇപ്പോഴും ഇതാ അവൻ ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അവനെ കണ്ട് എൻ്റെ മൈൻഡ് മൊത്തം മാറിപ്പോയെന്ന് പറയും. എന്തായാലും നമ്മൾ വന്നത് അയാളെ കാണാനായല്ലോ, നമുക്ക് ചേച്ചിയും ചേട്ടനും വരുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയിരുന്നു സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ എങ്കിൽ ബാ നമുക്ക് ദേവുവിനെ കാണാമെന്ന് പറയും. അങ്ങനെ ദേവു അവിടെ നിൽക്കുന്നത് രേവതി കാണും. ദേവു എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അരുണിനെ വിളിക്കും. അരുണേട്ട, സച്ചിയേട്ടനും രേവതി ചേച്ചിയും കൂടി വന്നെന്ന് പറയും. അപ്പോഴത്തേക്ക് അരുൺ തിരിച്ചു നോക്കുമ്പോൾ കാണുന്നത് സച്ചിയും രേവതിയും കൂടി വരുന്നതാണ്. ഇതാണ് എൻ്റെ സച്ചിയേട്ടനും രേവതി ചേച്ചിയും എന്ന് പറയും. പരസ്പരം അവർക്കങ്ങ് ദേഷ്യം വരും. അപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് ഫ്രൂട്ട്സ് എല്ലാം കൂടെ അങ്ങ് താഴോട്ടങ്ങ് വീഴുന്നുണ്ട്. അപ്പോഴത്തേക്ക് രണ്ടുപേരും ദേഷ്യം നോക്കുകയാണ്. അരുണേട്ട, ഇതാണ് എൻ്റെ സച്ചിയേട്ടനും രേവതി ചേച്ചിയും എന്ന് പറയും. അപ്പോൾ ഇതാണ് സച്ചിയേട്ടൻ. അരുണേട്ടൻ പോലീസിലാണ് ജോലി, വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും. എന്താ ഇഷ്ടപ്പെട്ടോ എൻ്റെ അരുണേട്ടനെ എന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് സച്ചിയുടെ മുഖത്തിനകത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ല. രേവതിക്കും മനസ്സിലായി ഇയാളാണെന്നുള്ളത്. കാരണം മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഇയാളെയാണോ നീ സ്നേഹിക്കുന്നത്? അതെ. എന്താ ചേച്ചി? ഒന്നുമില്ല, നീ ഒന്ന് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവുവിനെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതെ, സച്ചിയേട്ടൻ നിരന്തരമായിട്ട് ഒരാളോട്ട് പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, ഇയാളാണെന്ന് പറയും. എന്താ ചേച്ചി പറയുന്നത്? അതെ, അതിപ്പം കുറച്ച് മുമ്പ് അരുണേട്ടനും പറഞ്ഞല്ലോ, അരുണേട്ടനായിട്ട് ഒരു റൗഡി എപ്പോഴും പ്രശ്നം ഉണ്ടാകും. ആ റൗഡി കൂടെ ഉണ്ട്. അതിൻ്റെ പേരിൽ അരുണേട്ടൻ ദേഷ്യം പിടിച്ചിരിക്കുന്നതെന്ന്. ആ റൗഡി ഞാൻ തന്നെയാണെന്ന് സച്ചി പറയും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് ദേവു പറയും. അത് സച്ചേട്ടനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു പോലീസുകാരൻ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ പോലീസുകാരനാണ് നീ സ്നേഹിക്കുന്ന ഈ അരുൺ എന്ന് പറയും. അപ്പോഴത്തേക്ക് ദേവു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അരുൺ പറയും, ഇയാൾ കാരണമാണ് ഞാൻ 2 തവണ സസ്പെൻഷനിലായെന്നുള്ള കാര്യം ദേവുവിൻ്റെ അടുത്ത് അരുണും പറയും. അപ്പം മനസ്സിലാവും സച്ചിയും അരുണും തമ്മിൽ ചെറിയൊരു ശത്രുതയുണ്ടെന്നുള്ളത്. അപ്പം പറയും, എന്ത് സംഭവിച്ചാലും ശരി കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് തന്നെ രേവതിയോട് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ സച്ചി പറയും, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കാറിനകത്ത് കയറി ദേഷ്യം പിടിച്ചങ്ങ് പോവുകയാണ്. ആ സമയത്ത് രേവതി പറയും, മോളെ ഞാനും പോട്ടെ എന്ന് പറയും. അപ്പോഴത്തേക്ക് അരുണ് പറയും, ഇവരായിരുന്നു നിൻ്റെ ചേച്ചിയും ചേട്ടനും, ഇവരെക്കുറിച്ചാണോ നീ ഇത്രയും നേരം വാദോരാ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അത് സച്ചേട്ടൻ അരുണേട്ടൻ കരുതുന്ന കണക്കൊരു റൗഡിയോ ചട്ടമ്പിയോ ഒന്നുമല്ല, സച്ചേട്ടനൊരു പാവമാണെന്നൊക്കെ പറയും. പാവം, അവനെ കണ്ടാലേ അറിയാം അവനൊരു ഗുണ്ടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുണ് നല്ല ദേഷ്യം പിടിച്ച് അരുണും അങ്ങ് പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെമ്പഴന്തൂർ പോവിൽ ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആ സച്ചി ദേഷ്യം പിടിച്ച് നേരെ പോകുന്നത് നമ്മുടെ ലക്ഷ്മി അമ്മയുടെ അടുത്തോട്ടാണ്, ദേവുവിൻ്റെ വീട്ടിലോട്ട്. ദേവുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇനി അരുണുമായിട്ടുള്ള ദേവുവിൻ്റെ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളുമായിട്ട് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ആഴ്ചയിലെ കഥയൊക്കെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.